ഫ്രണ്ട്സ് എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 7 എന്ന പുതിയ സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. അപ്പം ഇൻഫിനിക്സ് നിങ്ങൾക്ക് ഒരുവിധം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ട്രെൻഡിങ്ങിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ കമ്പനിയാണ് ഇൻഫിനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഏകദേശം റെഡ്മിയുടെയും റിയൽമിയുടെയൊക്കെ തന്നെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ റേറ്റിൽ നല്ല ഫോൺ, അതാണ് ഇവരുടെ ടാർഗറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി ഫോണാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ പബ്ജിയൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഫോണാണ്. അപ്പം അതിൻ്റെ ഈ പബ്ജി എന്ന് പറയുന്ന ഗെയിം കുറച്ച് ഹെവി ഗെയിമാണ്. അപ്പം 8000 രൂപ ബഡ്ജറ്റിൽ പബ്ജി കളിക്കാൻ പറ്റിയ വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പബ്ജിയിലേക്ക് നമ്മൾ തിരിച്ചിരുന്നതാണ്. അപ്പോൾ പബ്ജി ഇതിൽ നല്ലതുപോലെ കളിക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് പറയും. അപ്പം ഇതുപോലെയുള്ള പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളോ അതുപോലെ മറ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒപ്പം ആ ബെല്ലൈക്കണോ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കിടക്കാം. അപ്പം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഈ ഫോണിൻ്റെ വില 7999 രൂപ മാത്രമാണ്. അതുപോലെ 4 GB റാം പ്ലസ് 64 GB സ്റ്റോറേജ് ഉള്ള വേരിയൻറ്റിലാണ് ഈ ഇൻഫിനിക്സ് ഹോട്ട് 7 എന്ന ഫോൺ എത്തുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡ്യുവൽ ക്യാമറ ലഭിക്കുന്നത് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ തന്നെയാണ്. അപ്പം 8000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡുവൽ ക്യാമറ ഉള്ള ഒരു ഫോണാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും LED ഫ്ലാഷ്, ഇൻ ഡിസ്പ്ലേ LED ഫ്ലാഷ് ഒന്നുമല്ല, ഒരു LED ഫ്ലാഷും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രണ്ടിൽ ഡുവൽ ക്യാമറ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ റെഡ്മി നോട്ട് 6 പ്രോയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഡുവൽ ക്യാമറ ഫ്രണ്ടിലുള്ളത് കൊണ്ട് തന്നെ വലിയൊരു നോച്ചാണ് ഈ ഇൻഫിനിക്സ് ഹോട്ട് 7 നൽകിയിട്ടുള്ളത്. അപ്പോൾ 2 ക്യാമറയും അതുപോലെ ഒരു LED ഫ്ലാഷും അതിൽ ഹോൾഡ് ചെയ്യണം ഫ്രണ്ടിലായിട്ട്. അതുകൊണ്ട് വലിയൊരു നോച്ച് ഈ നമുക്ക് ഇൻഫിനിക്സ് ഹോട്ട് 7 ലഭിക്കുന്നത്. ഡിസ്പ്ലേ പരിശോധിച്ച് കഴിഞ്ഞാൽ 6.19 ഇഞ്ച് വലിപ്പമുള്ള HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ നോച്ചിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിലൊരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത് ഗൊറില്ല ഗ്ലാസ് എന്നൊരു സംവിധാനം ഇതിലില്ല. ഇതിലൊരു പ്രൊട്ടക്ഷനായിട്ട് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനൊന്നും ഈ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടില്ല. പകരം 2.5D ഗ്ലാസ്സാണ് ഈ ഫോണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ മുകളിലായിട്ട് നമുക്ക് ഡിസ്പ്ലേയുടെ ഒരു സേഫ്റ്റി എന്ന രീതിയിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, റീഡ് ആൻഡ് ഐ കെയർ മോഡ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. ഈ മോഡിലിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കാനും, അപ്പോൾ അതുപോലെ അത് ബ്രൈറ്റ്നസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കാം നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി. നമ്മൾ കണ്ണ് ഓവറായിട്ട് നമ്മൾ ഒരു ഫോണിലൊക്കെ നോക്കിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ചെറിയ സ്ട്രെയിനൊക്കെ വരും. അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് റീഡ് ആൻഡ് ഐ കെയർ മോഡ് എന്ന് പറയുന്നൊരു മോഡ് ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്ലാസ് ഡിസൈനും അതുപോലെ ബാക്ക് സൈഡിലായിട്ട് മെറ്റൽ ബോഡി ഡിസൈനുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫോണിലുണ്ട്. അടുത്തതായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫോണിൻ്റെ ഏറ്റവും പ്രധാന പാർട്ടായ നമ്മുടെ പ്രൊസസ്സർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഫിനിക്സ് ഹോട്ട് 7 യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P25 എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. അപ്പം കുഴപ്പമില്ലാത്തൊരു നോർമൽ യൂസിന് പറ്റിയൊരു പ്രൊസസ്സറാണ് ഹീലിയോ P25 എന്ന് പറയുന്നത്. ഈ ഫോണിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ ക്യാമറ തന്നെയാണ്. അപ്പം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയർ സൈഡിലും ഫ്രണ്ട് സൈഡിലും ഡുവൽ ക്യാമറയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ റിയർ സൈഡിലായിട്ട് 13 MB f1.8 അപ്പർച്ചറിലുള്ള ഒരു നോർമൽ ലെൻസും അതുപോലെ തന്നെ 2 MB ഡെപ്ത് ലെൻസുമാണ് ഡുവൽ ക്യാമറയിൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ഡുവൽ ക്യാമറയിൽ ആദ്യത്തേത് ഒരു 13 MB f2.0 അപ്പർച്ചറിലുള്ള ഒരു നോർമൽ ലെൻസും രണ്ടാമത്തേത് ഒരു 2 MB ഡെപ്ത് ലെൻസുമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് റീഡർ റിയർ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് അൺലോക്കും ഈ ഫോണിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഈ ഫോണിൻ്റെ ഇൻഫിനിക്സ് ഹോട്ട് 7 ബാറ്ററി ബാക്കപ്പ് പരിശോധിച്ച് കഴിഞ്ഞാൽ 4000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോണിൻ്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞു, 7999 രൂപയാണ് ഫോണിൻ്റെ വില. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 9 Pieലാണ് ഈ ഫോൺ പ്രവർത്തിക്കുക. ജൂലൈ 15 മുതൽ തന്നെ നമുക്ക് ഈ ഫോൺ ഫ്ലിപ്കാർട്ടിലൂടെ ലഭ്യമായിരിക്കും. ഇനി നമുക്ക് പബ്ജിയുടെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഫോണിൽ നമുക്ക് പബ്ജി കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് പബ്ജിയൊക്കെ കളിക്കാൻ പറ്റും. കാരണം ഇതിൽ ഹീലിയോ P25 ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു നോർമൽ
ഈ ഗ്രാഫിക്സിൽ നമുക്ക് ഏറ്റവും ലോ ഗ്രാഫിക്സിൽ നമുക്ക് പബ്ജി കളിക്കാനായിട്ട് പറ്റും. വലിയ ഹൈ ഗ്രാഫിക്സിലൊന്നും കളിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് സമയം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമ്മൾ പബ്ജി ഒക്കെ കളിച്ച് അതുപോലെ ഹെവി യൂസൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഫോൺ ഹാങ് ആവലൊക്കെ തുടങ്ങും. പക്ഷേ നമ്മൾ സിമ്പിൾ യൂസിന്, അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് നോക്കുക, അതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള യൂസിന് ഫോൺ ചെയ്യാനും കോൾ ചെയ്യാനും കോൾ അറ്റൻഡ് ചെയ്യാനും അങ്ങനത്തെ സിമ്പിൾ യൂസിനാണ് നമ്മളൊരു ഫോൺ അന്വേഷിക്കുന്നതെങ്കിൽ ഈ 1999 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് ഹോട്ട് 7 നല്ലൊരു ഫോൺ തന്നെയായിരിക്കും. ഇപ്പോൾ പബ്ജിയുടെ കാര്യം അങ്ങനെയാണ്. നമുക്ക് പബ്ജി കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കളിക്കാൻ പറ്റും, പക്ഷേ എത്ര കാലം ഈട് നിൽക്കുന്നുള്ളതിൽ ഒരു ഉറപ്പും ഉണ്ടാവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം, ഇല്ലാണ്ട് ഈ ചാനൽ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഞാൻ ഇത്രയായിട്ട് എനിക്കൊരു പൈസയൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.